റിമാൻഡിലായി 18-ാം ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിന് കർശന ഉപാധികളോടെ ജാമ്യം ലഭിച്ചിരിക്കുന്നു. തെളിവ് നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ശ്രമിക്കരുത്. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്കെതിരെ കൊച്ചിയിലെ പ്രമുഖ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ ജോജോ വി ജോസഫ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഡോക്ടറുടെ ഫോൺ സന്ദേശം ചോർത്തി പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ കൊച്ചി കടവന്ത്ര പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഷാജൻ സ്കറിയയ്ക്കെതിരെ കേസെടുത്തിരുന്നു. ഈ കേസിലെ ഷാജൻ സ്കറിയയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതിനിടെയാണ് പോലീസിനെതിരെ വിമർശനമുണ്ടായത്. ജാമ്യാപേക്ഷ മാറ്റിവെച്ചു. പ്രസ്തുത കേസിൽ ഷാജൻ സ്കറിയ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഫെബ്രുവരി 7-ലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ചോദിച്ചു. അദ്ദേഹം നിരന്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആളാണ് എന്ന് നിരീക്ഷിച്ച കോടതി ഷാജൻ ഒളിവിലാണെന്ന പോലീസിന്റെ വാദത്തെയും രൂക്ഷമായി വിമർശിച്ചു. ഡോക്ടർ നൽകിയ 3 കേസസ് ഇപ്രകാരമാണ്. ആദ്യത്തെ കേസ് അക്രമത്തിന് പ്രേരിപ്പിച്ചു. ഡിസംബർ 2025 ഈ കേസ് നൽകിയിരിക്കുന്നത്. ഡോക്ടർ ഒന്നാമത്തെ കേസ് ഇപ്രകാരമാണ്. ഡോക്ടറുടെ കാലുവെട്ടാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ സംസാരിച്ചു എന്ന പരാതിയിൽ കൊച്ചി കടവന്ത്ര പോലീസ് ഷാജൻ സ്കറിയയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. രണ്ടാമത്തെ കേസ് ബ്ലാക്ക്മെയിലിംഗ് തട്ടിപ്പ് ആരോപണം. ഡോക്ടറെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു എന്നും പണം നൽകാത്തതിനെ തുടർന്ന് അപകീർത്തികരമായ വാർത്തകൾ നൽകി എന്നുമാണ് കേസ്. മൂന്നാമത്തതാണ് ഫോൺ ചോർത്തൽ കേസ്. ഡോക്ടറുടെ സ്വകാര്യ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തി പ്രചരിപ്പിച്ചു എന്ന കുറ്റമാണ് അത്. ഇതിനെതിരെ ഷാജൻ സ്കറിയ വാദിക്കുന്നത് ഇപ്രകാരമാണ്. തനിക്കെതിരായുള്ള കേസുകൾ കെട്ടിച്ചമച്ചതാണെന്നും സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകനെ ഒതുക്കാനുള്ള നീക്കമാണെന്നും ആണ് അദ്ദേഹം വാദിക്കുന്നത്. പ്രതിഭാഗം പറയുന്നത് ഇപ്രകാരമാണ്. അറസ്റ്റ് തടയണമെന്നും പോലീസിന് മുന്നിൽ ഹാജരാകാൻ തയ്യാറാണെന്നും ഷാജൻ സ്കറിയയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും മുൻകൂർ ജാമ്യം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രോസിക്യൂഷൻ വാദം ഇപ്രകാരമാണ്. ഷാജൻ സ്കറിയ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണെന്നും സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുകയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. അദ്ദേഹം ഒളിവിലാണെന്നും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വേണമെന്നും പോലീസ് കോടതിയിൽ ബോധിപ്പിച്ചു. കോടതിയുടെ ചോദ്യം ഇപ്രകാരമാണ്. പ്രതി ഒളിവിലാണെന്ന് പറയുമ്പോഴും എങ്ങനെയാണ് എല്ലാ ദിവസവും വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. പ്രതിയുടെ യഥാർത്ഥ ലൊക്കേഷൻ കണ്ടെത്താൻ സൈബർ സെല്ലിന് കഴിയുന്നില്ലേ എന്ന ഗൗരവകരമായ ചോദ്യവും കോടതി ഉന്നയിച്ചു.